പാകിസ്ഥാൻ സ്വദേശിനിയായ യുവതിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം ആവശ്യമുണ്ട്. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം തന്നെ അങ്ങ് അയച്ചിരിക്കുകയാണ് ഈ യുവതി. രണ്ടുപേരും ഇവരുടെ ഭർത്താവ് ഇവിടെ വന്നുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. അതായത് ഇന്ത്യയിൽ വന്നുകൊണ്ട് അവരുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ തനിക്കൊരു നീതി ആവശ്യമാണ്. തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ തനിക്ക് തിരികെ വേണമെന്നാണ് ഈ യുവതിയുടെ ആവശ്യം. ഈ യുവതിയുടെ പേര് നികിത നാഗ്ദേവ് എന്നാണ്. വീഡിയോ സന്ദേശം ഈ രണ്ട് രാജ്യങ്ങളിലെയും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സാമൂഹിക നിയമ സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം ഏറ്റവും വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് അവിടുത്തെ ഒരു യുവാവ് വിവാഹ തട്ടിപ്പ് നടത്തിയതിനു ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ യുവതി അപേക്ഷിക്കുകയാണ് നമ്മുടെ മോദിജിയോട്, എൻ്റെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നത് തന്നെ വിവാഹ തട്ടിപ്പ് നടത്താനാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ച് എനിക്ക് നൽകണം. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയുകയാണ്. 2020 ജനുവരി 26 ഹൈന്ദവ ആചാരപ്രകാരം കറാച്ചിയിൽ വെച്ചിട്ടാണ് വിക്രം നാഗ്ദേവ് എന്ന് പറയുന്ന യുവാവ്, അയാൾ പാക് വംശജൻ തന്നെയാണ് കേട്ടോ, ഇയാൾ ഇൻഡോറിൽ ദീർഘകാല വിസയിൽ താമസിക്കുന്ന നികിത എന്ന് പറയുന്ന യുവതിയെ വിവാഹം കഴിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരി 26 ഈ വിക്രം എന്ന് പറയുന്ന പാക് വംശജൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഏതാണ്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ ആകെ താളപ്പിഴകളായി, ആകെ വഴിമുട്ടിയ ഒരവസ്ഥ വന്നു ഇവർക്ക് ജീവിതത്തിൽ. 2020 ജൂലൈ 9 വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വിക്രം നാഗ്ദേവ് എന്ന് പറയുന്ന ഈ പാക് വംശജൻ ഈ യുവതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അട്ടാരി അതിർത്തിയിലേക്ക് ഈ യുവതിയെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തിരികെ കൊണ്ടുപോകണമെന്ന് ഈ യുവതി പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും ഭർത്താവ് തയ്യാറായിട്ടില്ല. നീതി ലഭിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതിയിൽ തന്നെയുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പല പെൺകുട്ടികളും അവരുടെ ഭർത്തൃ വീട്ടുകളിലൊക്കെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ട്. എല്ലാവരോടും തനിക്ക് സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. വിവാഹശേഷം താൻ നേരിട്ടിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ ഈ യുവതി ഇതിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഭർതൃഗൃഹത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മാറി. എൻ്റെ ഭർത്താവിന് എൻ്റെ ബന്ധുക്കളിൽ ഒരാളുമായിട്ട് ബന്ധമുണ്ട്, മറ്റൊരു ബന്ധം, അതായത് അവിഹിത ബന്ധമുണ്ട് എന്ന് കൂടി ഈ യുവതി മനസ്സിലാക്കുകയാണ്. അക്കാര്യം അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ, ആൺകുട്ടികളാവുമ്പോൾ അങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും, അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭർത്താവിൻ്റെ അച്ഛൻ നികിതയോട് പറഞ്ഞത് എന്ന് പറയുന്നു. ആ മാസം 19 ലോക്ക്ഡൗൺ സമയത്ത് വിക്രം ആ പെൺകുട്ടിയെ നികിതയെ പാകിസ്ഥാനിലേക്ക് തിരികെ പോകാനായിട്ട് നിർബന്ധിച്ചെന്നും അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും, അതായത് ഇപ്പോൾ അവരെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുമാണ് ഇവർ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ത്രീയും ഇന്ത്യയിൽ നീതി അർഹിക്കുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. കറാച്ചിയിലേക്ക് ഇവർ തിരിച്ചെത്തുമ്പോഴാണ് വിക്രം ഡൽഹിയിൽ ഒരു സ്ത്രീയുമായിട്ട് വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിവരം ഈ നികിത എന്ന് പറയുന്ന യുവതി മനസ്സിലാക്കുന്നത്. 2025 ജനുവരി 27 രേഖാമൂലം നികിത എന്ന് പറയുന്ന യുവതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നുണ്ട്. ഈ കേസ് മധ്യപ്രദേശ് ഹൈക്കോടതി അംഗീകരിച്ച് സിന്ധി പഞ്ചായത്ത് മീഡിയേഷൻ ആൻഡ് ലീഗൽ കൗൺസിൽ സെന്ററിന് മുന്നിൽ എത്തുകയും ചെയ്തതാണ്. 2025 ഏപ്രിൽ 30 സെന്ററിന്റെ റിപ്പോർട്ടിൽ പങ്കാളികൾ ആരും ഇന്ത്യൻ പൗരന്മാരല്ലാത്തതുകൊണ്ട് ഈ വിഷയം പാകിസ്ഥാന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്നും വിക്രമിനെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തണമെന്ന് കൂടി ശുപാർശ ചെയ്യുന്നുണ്ട്. 2025 മെയ് മാസത്തിൽ നികിത ഇൻഡോർ സോഷ്യൽ പഞ്ചായത്തിനെ സമീപിച്ചു. ഇവർ വിക്രമിനെ നാടുകടത്താനായിട്ട് ശുപാർശ ചെയ്തു. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പറയുകയാണ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണ് ഇവരുടെ ഭർത്താവ്. അവർക്ക്
ആ നാട്ടിലുള്ള, അത് പാകിസ്ഥാനിലുള്ള നീതിന്യായ വ്യവസ്ഥയിലോ അവിടുത്തെ ഭരണകൂടത്തിലോ ഒന്നും വിശ്വാസമില്ല എന്നുള്ളത് കൂടി ഇത് തെളിയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും നിയമവൃത്തങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിഷയം വിവാദമായിട്ടുണ്ട് ഈ പെൺകുട്ടി അയച്ചിരിക്കുന്ന വീഡിയോ സന്ദേശം. പക്ഷേ അവർ പാകിസ്ഥാനിലുള്ള ആ ഒരു നിയമ സംവിധാനത്തിന് ഈ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. നമുക്കറിയാം, പാകിസ്ഥാനിൽ സ്ത്രീകൾക്ക് നീതി എന്ന് പറയുന്നത് പോലും കിട്ടാത്ത സാഹചര്യമാണ്. പല വിഷയങ്ങളും ഈ സ്ത്രീകൾക്ക് സുരക്ഷയായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന നീതി ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല വിഷയങ്ങളും ഉയർന്നു വരാറുണ്ട്. പാകിസ്ഥാനിൽ സ്ത്രീകൾക്ക് നീതി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പാക് വംശജനായ യുവാവ് ഇവരെ വിവാഹം കഴിച്ച് അവരെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിട്ട് പോലും ഇതിനെക്കുറിച്ച് ഒരു ചെറുവിരൽ അനക്കാനായിട്ട് പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ യുവതിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, അവിടെ നിന്ന്, അതായത് ആ രാജ്യത്ത് നിന്ന് തനിക്ക് നീതിയുടെ ഒരു ചെറിയ കണിക പോലും കിട്ടില്ല. അതിന് എവിടെ അഭയം പ്രാപിക്കണം? അതിന് നരേന്ദ്രമോദിയുടെ പക്കൽ തന്നെ അഭയം, സഹായത്തിനായി എത്തണം. അദ്ദേഹം വിചാരിച്ചാൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ആ യുവതി ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം അയച്ചത് തന്നെ. അപ്പോൾ മോദി ഇതിൽ തീരുമാനമെടുക്കുമെന്നും ഈ വിധി, അതായത് ഈ ഒരു മീഡിയേഷൻ സെന്ററൊക്കെ പറഞ്ഞിട്ടുള്ള വിധി നടപ്പാക്കുമെന്നും ആ യുവതി വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ അസിം മുനീറും കൂട്ടരും ഒക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വലിയ രീതിയിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് നീതി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ ആ രാജ്യത്തെ സ്വയം അടിയറവ് വെച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ. ആ രാജ്യത്ത് നിന്ന് എങ്ങനെയാണ് തനിക്കൊരു നീതി കിട്ടുക എന്നുള്ള ഒരു യുവതി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതിന് ഉത്തരമില്ല. കാരണം പൂർണ്ണമായും അസ്ഥിരമായി കിടക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഒരു നിയമ സംവിധാനം നടപ്പിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു നീതി നിയമത്തിലൂടെ വാങ്ങിക്കൊടുക്കാൻ കഴിയുക? സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും എംബസികളും ഡിപ്ലോമാറ്റുകളും തമ്മിൽ സംസാരിച്ച് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീക്കവും ഈ ഒരു കേസിൽ ഉണ്ടാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ആ യുവതിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഒടുവിൽ അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിലേക്ക് അയച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ആകെ ഇപ്പോൾ ഈ ഒരു വീഡിയോ വാർത്താ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിലെ യുവതിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നു. നമുക്കറിയാം, സഹായം അഭ്യർത്ഥിച്ചെത്തിയിട്ടുള്ള ആരെയും നമ്മൾ മടക്കി അയച്ചിട്ടില്ല. പക്ഷേ നയതന്ത്രപരമായിട്ട് നീങ്ങേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അവർ അതനുസരിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ തീർപ്പുണ്ടാക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു യുവതിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരു നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത്
ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.